ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പാൽപുട്ടിൻ്റെ ഒറിജിനൽ റെസിപ്പി ഒന്ന് കണ്ടാലോ. വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. വറുത്ത പുട്ടുപൊടി, വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള പുട്ടുപൊടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് നൽകും. 1 വലിയ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കറിയൊന്നുമില്ലാതെ കഴിക്കുന്നവർക്ക് വെറുതെ കഴിക്കാൻ ഈ പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 വലിയ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യ് ചേർക്കുന്നത് പുട്ടിനൊരു മയം വരാൻ നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരണം ചേർത്ത് കുഴച്ച് നോക്കിയതിന് ശേഷം പിന്നീട് ചേർത്താൽ മതി. ഇവിടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് പാൽപ്പൊടി ചേർക്കുക എന്നുള്ളതാണ്. പാൽപ്പൊടി ചേർത്താലും ടേസ്റ്റ് ഉണ്ടാകും. എളുപ്പത്തിന് ചേർക്കാം. ഇല്ലെങ്കിൽ പാക്കറ്റ് പാലോ അല്ലെങ്കിൽ പശുവിൻ പാല് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാലുള്ളവർ തേങ്ങാപ്പാൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. പാൽപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ പാൽപ്പൊടി ചേർത്ത ശേഷം 2 വലിയ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. അതിലേക്ക് സാദാ വെള്ളം ഉപയോഗിച്ച് സാധാരണ നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള 1 കപ്പ് പാല്, തേങ്ങാപ്പാല് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എനിക്ക് ഇത് കറക്റ്റ് അളവായിരുന്നു. നിങ്ങൾക്ക് പൊടിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. ചിലപ്പോൾ 1-2 സ്പൂൺ തേങ്ങാപ്പാൽ അധികം ചേർക്കേണ്ടതായിട്ട് വരാം. പാകത്തിന് കുഴച്ചെടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കുക. അതിനുശേഷം നിങ്ങൾ കടലക്കറിയോ എന്ത് കറിയാണോ ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം പുട്ടുണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീണ്ടും എടുത്ത് നന്നായിട്ട് കട്ടകളെല്ലാം പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ പുട്ട് കൂടുതൽ സോഫ്റ്റായി കിട്ടും. ഞാനിപ്പോൾ കൈകൊണ്ട് വെച്ച് മാത്രമാണ് കട്ടകൾ അടച്ചെടുത്തിരിക്കുന്നത്. ഇനി സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തേങ്ങാപ്പീര ചേർക്കാം. അതിലേക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ തേങ്ങാപ്പീര ചേർത്ത് പുട്ടുപൊടി ചേർത്ത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ആവിയിൽ വേവിക്കുമ്പോൾ 8 മിനിറ്റോളം വേവിച്ചാൽ മാത്രം മതി. അതിൽ കൂടുതൽ വേവിക്കേണ്ട. കൂടുതൽ വേവിച്ചാൽ കല്ല് പോലെയാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപുട്ട് റെഡിയായി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. 4 മണിക്ക് പലഹാരമായിട്ട് ഇത് കഴിക്കാം. കുറച്ച് കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്താൽ മതി. വേറെ കറികളൊന്നുമില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.